മതിയായ അന്വേഷണം നടത്താതെ പൊതുപ്രവർത്തകനെ സ്ത്രീ പീഡന കേസിൽ പ്രതിയാക്കിയെന്ന പരാതിയിൽ 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവമ്പാടി സ്വദേശി സെയ്തലവിയുടെ പരാതിയിലാണ് നടപടി. തിരുവമ്പാടി SI EK രമ്യയ്ക്ക് എതിരെ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. പ്രാഥമിക അന്വേഷണം മുതൽക്ക് തന്നെ ഇതൊരു വ്യാജ പരാതിയാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ജാമ്യം എടുക്കുന്ന കാര്യത്തിൽ 2-ൽ കൂടുതൽ പ്രാവശ്യം എന്നെ തടയണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഇത് പോലീസ് കൊടുത്തതുകൂടിയാണ് ഇത് വന്നത്. പിന്നെ യഥാർത്ഥത്തിൽ പരാതി തന്നെ വ്യക്തമായി വായിച്ചിരുന്നെങ്കിൽ ഒരേ സമയത്ത് കൊടുത്ത് 2 പരാതി കൂടെ വായിച്ചാൽ തന്നെ ഇതൊരു വ്യാജ പരാതിയാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. രാഹുൽ കെ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ കേസിനാസ്പദമായ സംഭവം എന്താണ്? ഇത് വ്യാജ പരാതിയാണ് എന്ന് മനസ്സിലായിട്ട് കൂടി പോലീസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്? ഈ SIക്കെതിരെ നടപടി ഉണ്ടാകുമോ? വിശദവിവരങ്ങൾ എന്താണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 50,000 രൂപ ഈ പരാതിക്കാരൻ സെയ്തലവിക്ക് നഷ്ടപരിഹാരം സർക്കാർ നൽകണം. തിരുവമ്പാടി SI EK രമ്യക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കണം. ഒപ്പം സംസ്ഥാന പോലീസ് മേധാവി സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് 2 മാസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ്. 2023 സെയ്തലവിക്കെതിരെ ഒരു വീട്ടമ്മ പരാതി നൽകുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട അതിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് സെയ്തലവി വ്യക്തമാക്കിയത്. ഈ വീട്ടമ്മയെ വീട്ടിൽ കയറി ആക്രമിച്ചു, കയ്യേറ്റം ചെയ്തു, മോശമായി പെരുമാറി എന്നുള്ള പരാതിയാണ് തിരുവമ്പാടി പോലീസിന് ലഭിക്കുന്നത്. ഇതിൽ കൃത്യമായ മൊഴി അല്ലെങ്കിൽ അന്വേഷണം നടത്താതെ ഈ പരാതിക്കാരുടെ ബന്ധുക്കളുടെ മാത്രം മൊഴി രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയെന്നതാണ് സെയ്തലവി പരാതിയായി ബോധിപ്പിച്ചിരുന്നത്. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ അവരുടെ അന്വേഷണ വിഭാഗം ഇക്കാര്യം പരിശോധിച്ചു, മൊഴി രേഖപ്പെടുത്തി അന്വേഷണം നടത്തി. അതിനുശേഷമാണ് വിധത്തിൽ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അതേസമയം SI മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗത്തോട് പറഞ്ഞത് ബോധപൂർവം മനഃപൂർവ്വം തൻ്റെ ഭാഗത്ത് വീഴ്ച വരുത്തിയിട്ടില്ല എന്നതാണ്. എന്തായാലും ജനങ്ങളുടെ സ്വത്തിനും ഒക്കെ സുരക്ഷ നൽകേണ്ട പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ ഈ വിധത്തിലുള്ള ഉത്തരവ് വന്നിട്ടുള്ളത്. 2 മാസത്തിനകം സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി കൃത്യമായ റിപ്പോർട്ട് നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത്.